ഒരേ കാലഘട്ടത്തിലാണ് ഞാനും ഡോക്ടറും ഒരു ഫേസിലൂടെ പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ വിഷയങ്ങളിൽ എന്നെ ഒറ്റപ്പെടുത്താൻ ഒരു ഐലൻഡ് പോലെയാണ്. ഒരാളുടെ സപ്പോർട്ടോ ഒരു സഹായം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പോലീസുകാർ ചേർന്ന് പല പരിപാടികൾ ഒപ്പിച്ചപ്പോഴും പാവം ഡോക്ടറെയും പിടിച്ച് അതിന് ബലിയാടാക്കുകയും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുകയൊക്കെ ചെയ്തു. എൻ്റെ ചെറുപ്പകാലം മുതൽ ഏകദേശം 50 വർഷത്തിന് മേളിലുള്ള പരിചയമുണ്ട് എനിക്ക് ഡോക്ടറുമായിട്ട്. എൻ്റെ ഓർമ്മ വച്ച കാലം മുതൽ ഞാൻ കണ്ടേക്കുന്ന ഡോക്ടർ എന്ന് പറയുന്നത് ഹൈദരാബാദ് ഡോക്ടറാണ്. അന്ന് ഇവിടെ ഇരിക്കുന്ന കുറേ പേർക്കൊക്കെ അറിയാം, അന്നൊരു ചെറിയ വീട്ടിലായിരുന്നു ആദ്യത്തെ ക്ലിനിക്കൊക്കെ. അതിനുശേഷം ഡോക്ടറുടെ കഠിന പ്രയത്നവും ഒക്കെ കൊണ്ട് നമുക്ക് ആലുവക്കാർക്ക് നല്ലൊരു ആശുപത്രി കിട്ടി. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടിട്ടുണ്ട്, പുറത്തുള്ള ആശുപത്രികളിൽ 1000 രൂപയാണെങ്കിൽ ഡോക്ടറെ അടുത്ത് വരുമ്പോൾ 90 രൂപ 100 ചില്ലൻ രൂപയ്ക്ക് മരുന്ന് വാങ്ങിച്ച് പെട്ടെന്ന് സുഖമാക്കാവുന്ന രീതിയിൽ എല്ലാവരെയും സൗഖ്യമാക്കാവുന്ന കൈപുണ്യമുള്ള ഡോക്ടറെ CM ഹൈദരാലി എന്നുള്ളത് ആലോക്കാർക്ക് എല്ലാവർക്കും അറിയാം. ഡോക്ടറെ ഒന്ന് കാണണമെങ്കിൽ അത്രയും തിരക്കാണ് ഈ ആശുപത്രിയിൽ ഉണ്ടായിരുന്നത്. ഇവിടെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് ചെറിയൊരു സമയദോഷം സംഭവിച്ചു. അതിൻ്റെ ഇടയിലാണ് ഈ ആശുപത്രി 8-9 വർഷക്കാലം അദ്ദേഹത്തിൽ നിന്ന് കൈവിട്ടു പോവുകയും പിന്നീട് തിരിച്ച് അത് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. കേസും കൂട്ടമൊക്കെ ആയിട്ട് അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത അദ്ദേഹത്തിൻ്റെ വേർപ്പിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ ആശുപത്രി. മാത്രമല്ല, നമ്മൾ ആലുവക്കാർക്ക് അല്ലെങ്കിൽ ആലുവയിൽ നിന്നും പുറത്തുള്ള ആൾക്കാർക്കൊക്കെ ഒരു ആശ്വാസ കേന്ദ്രമായിരുന്നു അൻവർ മെമ്മോറിയൽ ഹോസ്പിറ്റൽ. ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരേ കാലഘട്ടത്തിലാണ് ഞാനും ഡോക്ടറും ഒരു ഫേസിലൂടെ പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ വിഷയങ്ങളിൽ എന്നെ ഒറ്റപ്പെടുത്താൻ ഒരു ഐലൻഡ് പോലെയാണ്. ഒരാളുടെ സപ്പോർട്ടോ ഒരു സഹായം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പോലീസുകാർ ചേർന്ന് പല പരിപാടികൾ ഒപ്പിച്ചപ്പോഴും പാവം ഡോക്ടറെയും പിടിച്ച് അതിന് ബലിയാടാക്കുകയും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുകയൊക്കെ ചെയ്തു. എനിക്കതൊരു വലിയ സങ്കടമുണ്ടായിരുന്നു. കാരണം എൻ്റെ പേരിൽ പാവം ആ നല്ല മനുഷ്യൻ എത്ര ബലിയാടാകുന്നു. വെറുതെ വായി തോന്നുന്നത് ആരോപണം ഉന്നയിക്കുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, നമുക്കൊന്നും പറയാനും പറ്റില്ല, നമ്മുടെ കൈയും കാലും കെട്ടിയിട്ടിട്ട് അടിക്കുക എന്ന് പറയുന്നുള്ളൊരു അവസ്ഥകളായിരുന്നു കഴിഞ്ഞ 8-9 വർഷക്കാലം. ഡോക്ടർ എന്നെ വിളിച്ച് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ദിലീപിൻ്റെ കേസ് എന്തായി? ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ചത്തേക്ക് മാറ്റി. അപ്പോൾ ഡോക്ടർ ദൈവമേ, അപ്പം എൻ്റെയും മാറ്റും. അപ്പോൾ എല്ലാ തവണയും ഡോക്ടർ ഓരോ തവണ ചോദിക്കും ഇപ്പം എന്തായി? ഞാൻ പറഞ്ഞു ഡോക്ടറെ ചിലപ്പോൾ അടുത്ത ആഴ്ച എന്ന് പറയുന്നുണ്ട്, എൻ്റെ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, അതെന്താവോ ആവോ ഇനി. ഈ ദിലീപിൻ്റെ കേസ് വെച്ചാൽ ഈ കോടതി പരിപാടികൾ പോലെ തന്നെയാണ് ഇപ്പം എൻ്റെയും കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് പ്രശ്നം വന്നപ്പോൾ എനിക്ക് ഹാർട്ട് സർജറി ആയിട്ട് ഞാൻ ഹോസ്പിറ്റലായി. നോക്കാം എന്ന് പറഞ്ഞ് ഡോക്ടർ എത്രയോ വർഷക്കാലം ഈ കോടതിയിൽ പോയി ആ കോടതിയിൽ പോയി അങ്ങനെ മേൽക്കോടതിയിൽ പോയി കീഴ്ക്കോടതിയിൽ വരുന്നു, പിന്നെ മേൽക്കോടതി പോകുന്നു. സൈഡിൽ കൂടി നമ്മളുടെ കേസ് കൊണ്ട് നമ്മളും ഇതേപോലെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താ അവസാനം സത്യം ജയിച്ചു എന്ന് പറയുന്ന പോലെ ഡോക്ടർക്ക് അദ്ദേഹത്തിൻ്റെ ആശുപത്രി തിരിച്ചു കിട്ടി. അതില് അദ്ദേഹം ഇത് നഷ്ടപ്പെടുത്തി കളയോ എന്നുള്ള ഭയമുണ്ടായിരുന്നു എനിക്കൊക്കെ. കാരണം മനസ്സും അടുത്തിട്ട്. കാരണം ഇന്ന് എനിക്ക് തോന്നുന്നു ആലുവയിൽ ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന ആളുകളുണ്ട്. അതിൽ എടുത്തു പറയേണ്ട ഒരാളാണ് ഡോക്ടർ CM ഹൈദരാലി. ഞാൻ 2009 എൻ്റെ അച്ഛൻ്റെ പേരിൽ ഒരു ട്രസ്റ്റ് തുടങ്ങാനുള്ള കാരണം
അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലിയും ഒക്കെ തന്നെയാണ്. കാരണം ഈ നമ്മളുടെ നാട്ടില് അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള നാട്ടില് ഒക്കെ ആയിട്ട് ഡോക്ടർ ഒരുപാട് ഒരു കൂട്ടായ്മ ഉണ്ടാക്കി പലർക്കും വീടുകൾ വെച്ചു കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് എനിക്ക് തോന്നുന്നു 90 വീട് തന്നെ ആ സമയത്ത് ഡോക്ടറും ഡോക്ടർ ടോണി ഫെർണാണ്ടസ്, അത് റെഡ് ക്രോസ്, അതുപോലെ സെന്റ് സേവിയേഴ്സ് കോളേജ്, കുറെ പേരുണ്ട്. അവരെ കൂടി ചേരുമ്പോൾ ഞാനും എൻ്റെതായിട്ട് ഒരു അംശമൊക്കെ ഇട്ടാണ് ഞാൻ ഇതിന്റെ ഭാഗമായി മാറിയത്. പിന്നീട് ട്രസ്റ്റിന്റെ പേരിൽ 1000 വീട് പദ്ധതിയൊക്കെ അതിന് ചുക്കാൻ പിടിച്ചതും അതിന് എല്ലാ കാര്യങ്ങൾ ചെയ്തു തന്നതും ഒക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് ക്രോസും ഡോക്ടർ CM ഹൈദരാലിക്ക് തന്നെയായിരുന്നു GP ചാരിറ്റബിൾ ട്രസ്റ്റിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം ആ പദ്ധതിയിൽ ഒരു 11 വീട് നമ്മൾ ചെയ്തു കൊടുത്ത സമയത്താണ് എന്റെ പ്രശ്നങ്ങൾ അറിയാലോ, അങ്ങനെ ഒരു പ്രശ്നമൊക്കെ വന്നു. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്യുകയാണെങ്കിൽ ഉടനെ അത് മറ്റാൾക്ക് കാശ് കൊടുത്താണ്, ഇയാൾക്ക് കാശ് കൊടുത്താന്ന് പറഞ്ഞാണ് പോലീസ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതോടുകൂടി ആ ട്രസ്റ്റ് അങ്ങോട്ട് തൽക്കാലം ഫ്രീസ് ചെയ്തു. അപ്പൊ നമ്മൾ ശരിക്കും 12ാം ക്ലാസ് വരെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ടായിരുന്നു. RCCയും അതുപോലെ മെഡിക്കൽ ട്രസ്റ്റും ഒക്കെ ആയിട്ടാണ് നമ്മൾ കണക്ഷനായിട്ട് ഒരുപാട് പേരുടെ ബില്ലുകൾ സെറ്റിൽ ചെയ്തൊക്കെ ചെയ്തിരുന്നു. പക്ഷെ അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും തൽക്കാലം ഫ്രീസ് ചെയ്തു. അപ്പോഴും ഇത്രയും പ്രശ്നങ്ങൾക്കിടയിൽ ഡോക്ടർ ഈ ആശുപത്രി അടഞ്ഞു കിടന്നപ്പോഴും പെയിൻ ആൻഡ് പാലിയേറ്റീവില് അവിടെ ഒരുപാട് പേരെ 5 പൈസ പോലും വാങ്ങിക്കാതെ ശുശ്രൂഷിച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ നന്മ അതാണ് ഇന്ന് നമുക്ക് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന ഒരു ദിവസം തന്നെ. കാരണം അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം വീണ്ടും സജീവമാകുന്നു. അദ്ദേഹത്തിന്റെ കൂടെ ഗംഭീര കൈപ്പുണ്യമുള്ള മറ്റുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവരെല്ലാം ഇവിടുന്ന് പതുക്കെ മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി. അതിൽ ചില ഡോക്ടേഴ്സ് എന്നെ കണ്ട പറഞ്ഞ് എന്തെങ്കിലും ഹൈദരാലി ആ ഹോസ്പിറ്റൽ തുടങ്ങുമ്പോൾ ഞങ്ങളൊക്കെ തിരിച്ചു വരും എന്നുള്ള രീതിയിലാണ്. എന്തായാലും നമുക്ക് പ്രിയപ്പെട്ട അയൽവക്കാർക്കും സമീപ പ്രദേശത്തുള്ള ആൾക്കാർക്കും ഒക്കെ അദ്ദേഹത്തിന്റെ സേവനം വീണ്ടും കിട്ടുന്നു. അദ്ദേഹത്തിന് ദീർഘായുസ്സും ആയുരാരോഗ്യ സൗഭാഗ്യങ്ങളും നേരുന്നു.